എല്ലാവർക്കും PRS കിച്ചൻ്റെ അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. നമ്മളിന്ന് കുട്ടികൾ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ബോൺട്രി ചോക്ലേറ്റിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. മാത്രമല്ല നമ്മൾ ഡാർക്ക് ചോക്ലേറ്റിൻ്റെയും വൈറ്റ് ചോക്ലേറ്റിൻ്റെയും റെസിപ്പി ഇട്ടിരുന്നു. പക്ഷെ നമ്മൾ ഇത് ഒരുമിച്ച് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമ്മളിന്ന് കാണിക്കുന്നുണ്ട്. നമുക്ക് ബോൺട്രി ചോക്ലേറ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മുറി നാളികേരം ചെരുകി വെച്ചിട്ടുണ്ട്. നാളികേരത്തിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് ഇതിൽ മാറ്റം വരുത്താം. ഞാൻ കുറച്ചാണ് ചെയ്തത്, അതുകൊണ്ട് ഒരു മുറി നാളികേരം. പിന്നെ നമുക്കിതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കാണ് ആവശ്യം. കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഹോം മെയ്ഡ് കണ്ടൻസ്ഡ് മിൽക്ക് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റണം. കാണാത്തവർ അത് ദയവായി കാണണം, എന്നിട്ട് അത് ട്രൈ ചെയ്യണം. കണ്ടൻസ്ഡ് മിൽക്ക് ഞാനിവിടെ 1 ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്യണത്. നമുക്ക് 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കൊക്കെ നമുക്ക് ആവശ്യം വരും ഇതിലേക്ക്. ഞാൻ പക്ഷേ കുറച്ച് വൈറ്റ് ചോക്ലേറ്റും കൂടെ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക് 1 ടേബിൾ സ്പൂൺ എടുത്തിരിക്കുന്നത്. ഫ്രിഡ്ജിൽ വെച്ച് കട്ടയായിരിക്കുന്നത് കൊണ്ടാണ് ഇത് വീഴാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ എടുത്താലും ചിലപ്പോൾ നാളികേരം കൂടെ മിക്സ് ചെയ്ത് വരുമ്പോൾ തികയാതെ വരും. അതുകൊണ്ട് നിങ്ങൾ അതിനനുസരിച്ച് അത് ആഡ് ചെയ്യേണ്ടതാണ്. കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യുന്നത് കൊണ്ട് വേറെ പഞ്ചസാരയോടോ മറ്റും നമുക്ക് ആവശ്യം വരുന്നില്ല. നമുക്കിത് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വൈറ്റ് ചോക്ലേറ്റ് ആഡ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഞാനിപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് തയ്യാറാക്കിയിരുന്നു, അതിൽ ബാക്കി വന്നതാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ വൈറ്റ് ചോക്ലേറ്റ് ചേർത്ത് കഴിഞ്ഞാലുണ്ടല്ലോ ടേസ്റ്റ് കൂടും. അപ്പം നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമുക്കിതിലേക്ക് ആവശ്യാനുസരണം കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് ഓരോ ഉരുളകളാക്കി 10 മിനിറ്റ് നേരം ഫ്രീസറിൽ തണുക്കാനായിട്ട് വെക്കേണ്ടതാണ്. ഇനി നമ്മളിത് കുഴക്കുന്ന സമയത്ത് നമുക്ക് ഇതിൽ കണ്ടൻസ്ഡ് മിൽക്കോ ചോക്ലേറ്റോ കുറവ് തോന്നുകയാണെങ്കിൽ ആവശ്യാനുസരണം ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. എനിക്കിപ്പോൾ ഇതിൽ സ്വല്പം കുറവ് തോന്നുന്നുണ്ട്, അതുകൊണ്ട് ഞാനിതിലേക്ക് സ്വല്പം കൂടെ ചോക്ലേറ്റ് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യാണ്. അതിനുശേഷം നമുക്കിത് ഓരോ ഉരുളകളാക്കിയിട്ട് മാറ്റി വയ്ക്കാം. നമുക്ക് ഉരുളകളാക്കിയിട്ട് അത് നമുക്ക് ചോക്ലേറ്റിൻ്റെ ഏകദേശം ഒരു ഷേപ്പിൽ ആക്കിയതിന് ശേഷം നമുക്ക് ഫ്രീസറിൽ 10 മിനിറ്റ് നേരം സെറ്റ് ആവാനായിട്ട് വെക്കണം. അത് നമുക്ക് സെറ്റായതിന് ശേഷം ഡാർക്ക് ചോക്ലേറ്റിലൊന്ന് മുക്കിയെടുക്കേണ്ടതുണ്ട്. അപ്പം നമുക്കതൊന്ന് ഉരുളകളായിട്ട് എടുക്കാം. ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം. ഞാൻ ഇങ്ങനൊരു ഷേപ്പിലാക്കിയതേ ഉള്ളൂ. ഇനി നമുക്കിത് അടച്ച് ഫ്രീസറിൽ 10 മിനിറ്റ് നേരം വെക്കാം. ആ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ഡാർക്ക് ചോക്ലേറ്റ് തയ്യാറാക്കാം. അത് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്രീസറിൽ നിന്ന് ഇത് എടുത്തതാണ്. ഇതിപ്പോൾ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് ചോക്ലേറ്റ് സിറപ്പിലൊന്ന് മുക്കിയെടുക്കേണ്ടതാണ്. ഹോം മെയ്ഡ് ഡാർക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ള വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അതുകൊണ്ട് ഞാൻ എല്ലാം വിശദമായി കാണിക്കുന്നില്ല. ഞാനിവിടെ ചോക്ലേറ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ പാൽപ്പൊടിയും കൊക്കോ പൗഡറും ബട്ടർ ഉരുക്കിയതും പൊടിച്ച പഞ്ചസാരയും പിന്നെ സ്വല്പം ഡാർക്ക് ചോക്ലേറ്റും ചേർത്തിട്ടുണ്ട്. അത് കളറിന് വേണ്ടിയിട്ടാണ് ചേർത്തിരിക്കുന്നത്, അത് ഓപ്ഷനിലാണ്. അങ്ങനെ അല്ലാതെ ഞാൻ ചേർത്തിട്ടുള്ളതുണ്ട്, അതും ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നതാണ്. അതൊക്കെ കൂടെ മിക്സ് ചെയ്ത് ഡബിൾ ബോയിൽ ചെയ്തതാണ്. ഡബിൾ ബോയിൽ ചെയ്തിട്ട് വൈറ്റ് ചോക്ലേറ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഞാനിപ്പോൾ ഇതിൽ തന്നെ കാണിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാനിത് കാണിക്കാത്തത്. നമുക്കിനി ഓരോന്നും ഈ ചോക്ലേറ്റ് സിറപ്പിൽ മുക്കിയെടുക്കാം. ഞാനൊരു കാര്യം പറയാൻ മറന്നു. നമ്മൾ സിറപ്പിൽ മുക്കിയിട്ട് വെക്കുന്ന സമയത്ത് അതൊരു അലുമിനിയം ഫോയിലിലോ അല്ലെങ്കിൽ ബട്ടർ പേപ്പറിലോ ആയിരിക്കണം വെക്കേണ്ടത്. അതിൽ സ്വല്പം എണ്ണ തടവണം, അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കും. പിന്നെ ഞാനിതിലേക്ക് ഇപ്പോൾ ആഡ് ചെയ്യേണ്ടത് ചോക്ലേറ്റ് ചേർക്കാത്ത ചോക്ലേറ്റ് സിറപ്പിലാണ് ഇനി ഞാൻ ഇതെല്ലാം അപ്ലൈ ചെയ്ത് വെക്കുന്നത്. അങ്ങനെ എല്ലാം ചോക്ലേറ്റ് സിറപ്പിൽ മുക്കിയതിന് ശേഷം 5 മിനിറ്റ് നേരം ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് ഉപയോഗിക്കാം. വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും എങ്ങനെയാണ് ഒന്നിൽ തന്നെ സെറ്റ് ചെയ്യണതെന്ന് നമുക്ക് നോക്കാം.
അതിനായിട്ട് ഞാനിവിടെ വൈറ്റ് ചോക്ലേറ്റ് റെഡിയാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതായത് ഡബിൾ ബോയിൽ ചെയ്യാനായിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ ഇറക്കി വയ്ക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പാത്രം വെച്ച് അതിലേക്ക് പാൽപ്പൊടിയും ബട്ടർ ഉരുക്കിയതും പൊടിച്ച പഞ്ചസാരയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു മോൾഡിൽ ഒഴിച്ചിട്ടാണ് സെറ്റ് ചെയ്ത് വെക്കുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ അക്കങ്ങളുടെ മോൾഡാണ് എടുത്തിരിക്കുന്നത്. ഇതേപോലെ അക്ഷരങ്ങളുടെയും കിട്ടും, പക്ഷേ എനിക്ക് അക്കങ്ങളിലായിരുന്നു ആവശ്യം. ഞാനിത് 2019 എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വൈറ്റ് ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റും എങ്ങനെയാണ് ഒരേ ഇതിൽ തന്നെ ചെയ്യണമെന്ന് കാണിക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് ആണ് അപ്ലൈ ചെയ്യണത്. വൈറ്റ് ചോക്ലേറ്റ് അപ്ലൈ ചെയ്ത് ഒരു 10 മിനിറ്റ് വരെ നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റ് ആവാനായിട്ട് വെക്കണം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മേലേക്ക് നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് അപ്ലൈ ചെയ്യാം. ഇനി നമുക്ക് 10 മിനിറ്റിന് ശേഷം എടുക്കാവുന്നതാണ്. പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ സെറ്റായിട്ട് എടുത്തത് നിങ്ങൾ കണ്ടല്ലോ. ഞാൻ അതിലൊരു കാൽഭാഗം മാത്രമാണ് ഒഴിച്ചിരുന്നത്. അത് സെറ്റായി കറക്റ്റായിട്ടുണ്ട്. ഞാനിനി ഇതിലേക്ക് ഡാർക്ക് ചോക്ലേറ്റ് അപ്ലൈ ചെയ്യാണ്. ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചോക്ലേറ്റ് ഡാർക്ക് ആയിട്ട് കിട്ടാൻ വേണ്ടി സ്വല്പം ചോക്ലേറ്റും കൂടെ ആഡ് ചെയ്തിട്ട് ഡാർക്ക് കളറാക്കിയത്. നമുക്കിത് നിറയെ തന്നെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ടാപ്പ് ചെയ്യണം. അതായത് എയർ ബബിൾസ് വരാതിരിക്കാനായിട്ട് ടാപ്പ് ചെയ്ത് ഞാനൊരു ടൂത്ത് പിക്ക് കുത്തി കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, താല്പര്യമുള്ളവർക്ക് ചെയ്താൽ മതി. നമ്മളിപ്പോൾ കേക്കിലൊക്കെ ഇത് കുത്തി വയ്ക്കുകയാണെങ്കിൽ ടൂത്ത് പിക്ക് നമുക്ക് ആവശ്യമാണ്. അതിന് വേണ്ടിയിട്ടാണ് കൂടിയാണ് ഞാനിത് ടൂത്ത് പിക്ക് വെച്ച് കാണിക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മീതെ ടൂത്ത് പിക്ക് വെച്ച് നമുക്കിത് ഫ്രിഡ്ജിൽ 10 മിനിറ്റും കൂടെ വെക്കാം. അങ്ങനെ നമ്മുടെ ബോൾഡറി ചോക്ലേറ്റുകളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട്, വളരെ ടേസ്റ്റുമാണ്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള 1-2 ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാനായിട്ട് സാധിക്കും. ഇതെല്ലാവരും ട്രൈ ചെയ്യണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലെ നമ്മുടെ ഡബിൾ ചോക്ലേറ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്കിതെങ്ങനെയാണ് പുറത്തെടുക്കേണ്ടതെന്ന് നോക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡബിൾ ചോക്ലേറ്റുകൾ, ബോൺഡറി ചോക്ലേറ്റുകൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും, എല്ലാവരും ട്രൈ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹാപ്പി ന്യൂ ഇയർ. നന്ദി, നമസ്കാരം.